നമുക്കറിയാം, ജനപ്രിയ നായകനായി ദിലീപ് തിളങ്ങി നിൽക്കുന്ന വേളയിലായിരുന്നു ദിലീപിനെ തകർത്തെറിഞ്ഞുകൊണ്ട് നടി ആക്രമിക്കപ്പെട്ട കേസ് പുറത്തു വന്നത്. ദിലീപിൻ്റെ പേരും ഉയർന്നു കേട്ടതോടെ നടനെ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും രംഗത്തെത്തിയിരുന്നു. പലരും പരസ്യമായി തന്നെയാണ് നടനൊപ്പം നിന്നത്. ചിലരാകട്ടെ ദിലീപിനെ എതിർത്തുകൊണ്ടാണ് നിന്നിരുന്നത്. ഇതിൽ ദിലീപിനെ അനുകൂലിച്ച് രംഗത്തെത്തിയിരുന്ന വ്യക്തിയായിരുന്നു രാഹുൽ ഈശ്വർ. ഇപ്പോൾ ദിലീപിന് കനത്ത തിരിച്ചടിയായേക്കാവുന്ന വെളിപ്പെടുത്തലുകൾ പുറത്തു വന്നിരിക്കുകയാണ്. ഈ വേളയിൽ പൾസർ സുനിയുടെ ആരോപണങ്ങളോട് പ്രതികരിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് രാഹുൽ ഈശ്വർ. ഇപ്പോഴിതാ വെളിപ്പെടുത്തൽ യാതൊരു ചലനവും ഈ കേസിൽ ഉണ്ടാകാൻ പോകുന്നില്ലെന്നും വിധി വരാനിരിക്കെ ദിലീപിനെ കൊടുക്കാനുള്ള പൾസർ സുനിയുടെ നാടകമാണ് ഇതെന്നുമാണ് രാഹുൽ ഈശ്വർ പറയുന്നത്. കേസിൽ ദിലീപിനെതിരെ കടുകുമണിയോളം പോലും തെളിവില്ലെന്നിരിക്കെ ദിലീപിനെ എതിർക്കുന്നവരും പൾസർ സുനിയും ചേർന്ന് ഒരു നാടകം കളിക്കുകയാണെന്ന് ആളുകൾ തെറ്റിദ്ധരിച്ചാൽ കുറ്റം പറയാൻ സാധിക്കില്ലെന്നും രാഹുൽ ഈശ്വർ പറയുന്നു. കഴിഞ്ഞ തവണ കേട്ടത് ദിലീപ് 4 പോലീസുകാരെ വധിക്കാൻ ശ്രമിച്ചു എന്നാണ്. ആ കേസ് ഇതുവരെ പുരോഗമിച്ചിട്ട് പോലുമില്ല. 2014 വർഷമാണ് മഞ്ജു വാര്യരും ദിലീപും വേർപിരിയുന്നത്. അതിന് പ്രതികാരം ചെയ്യുന്നത് 5 വർഷത്തിന് ശേഷമാണോ? 2014 ദിലീപും കാവ്യ മാധവനും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞു. 2018 മഹാലക്ഷ്മി ഉണ്ടായി. ഇതൊക്കെ കഴിഞ്ഞ് പുതിയ ജീവിതത്തിലേക്ക് കടന്നപ്പോഴാണ് ദിലീപ് അതിജീവിതയോട് പ്രതികാരം ചെയ്തത് എന്നാണോ മനസ്സിലാക്കേണ്ടത് എന്നും രാഹുൽ ഈശ്വർ ചോദിക്കുന്നു. 80 ലക്ഷം രൂപ ദിലീപ് തനിക്ക് നൽകിയെന്നാണ് പൾസർ സുനി പറയുന്നത്. അത് കണ്ടെടുക്കാതെയോ അതിനെക്കുറിച്ച് അന്വേഷിക്കാതെയോ എങ്ങനെയാണ് ഇതൊക്കെ പറയുന്നത്? 1 രൂപയെങ്കിലും കൊടുത്തുവെന്ന് തെളിയിക്കട്ടെ. ഈ കേസ് തീരാതിരിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. അതിജീവിതയോടുള്ള സോഫ്റ്റ് വികാരം മുതലെടുത്ത് ദിലീപിനെ കരിവാരി തേക്കുന്നത് മറ്റുള്ളവരാണ്. റോഷി ബാലിനെ പോലും പൾസർ സുനി തെറ്റിദ്ധരിപ്പിച്ചതാവാം എന്നും രാഹുൽ ഈശ്വർ പറയുന്നു. താൻ എന്തായാലും ഈ കേസിന് അകത്ത് പോകുമെന്ന് പൾസർ സുനിക്കറിയാം. അപ്പോൾ ദിലീപിനെയും കൂടി എങ്ങനെയെങ്കിലും അകത്താക്കാൻ കേസ് ഡൈല്യൂട്ട് ചെയ്യുകയാണ് എന്ന് തെറ്റിദ്ധരിച്ചുകൂടെ എന്നും രാഹുൽ ഈശ്വർ ഈ വേളയിൽ ചോദിക്കുകയാണ്. കഴിഞ്ഞ ദിവസമായിരുന്നു പൾസർ സുനി ഒരു ചാനൽ അഭിമുഖത്തിൽ നിന്ന് ഒളിക്യാമറയിലൂടെ പൾസർ സുനി പറയുന്ന കാര്യങ്ങൾ പുറം ലോകത്തെത്തിയത്. ഇതിനെതിരെ ആയിരുന്നു രാഹുൽ ഈശ്വറിൻ്റെ ഈ പ്രതികരണവും.